ഗാസയിലെ ജനങ്ങളുടെ കണ്ണീരൊപ്പാൻ ഇന്ത്യ നടത്തിയ പരിശ്രമം അത് ഒരിക്കലും കണ്ടില്ല എന്ന് നടിക്കാനാകില്ല. അതിന് പ്രതിഫലമായി ഗാസയിൽ ഇന്ത്യൻ പതാക പാറിക്കളിക്കണം. ഇത് പാലസ്തീന്റെ ആഗ്രഹമാണ് എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് പാലസ്തീൻ സ്ഥാനപതി. ഇത് ഇന്ത്യക്ക് കിട്ടിയ മറ്റൊരു അംഗീകാരമാണ്. എവിടെയും സമാധാനത്തിന്റെ ഭാഗത്ത് മാത്രം നിൽക്കുന്ന ഇന്ത്യയുടെ ശ്രമങ്ങൾ എല്ലാ കാലവും വിജയം കാണുന്നു എന്നതിന്റെ ദൃഷ്ടാന്തം. ഇന്ത്യക്ക് അഭിമാനിക്കാം. ഗാസ പോലുള്ള ഒരു സംഘർഷ ഭൂമിയിൽ കൃത്യസമയത്ത് വേണ്ട സഹായങ്ങൾ എത്തിക്കാൻ സാധിച്ചു എന്നത് ഇന്ത്യയുടെ തന്നെ ഏറ്റവും വലിയ വിജയമായി വിലയിരുത്തപ്പെടുകയാണ്. നമുക്കറിയാം, ഒരു വർഷത്തിലേറെ നീണ്ട സംഘർഷത്തിന് ശേഷം ഇസ്രയേലും ഹമാസും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ നിലവിൽ വന്നിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഇന്ത്യയുടെ പങ്ക് എന്തായിരുന്നു എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഇന്ത്യയിലെ പാലസ്തീൻ എംബസിയുടെ ചാർജ് ഡി അഫയേഴ്സ് അബേദ് എൽറാസെഗ് അബു ജാസർ. ഗാസയിലെ ജനങ്ങൾക്ക് മാനുഷിക സഹായം നൽകുന്നതിൽ ഇന്ത്യക്ക് പ്രധാന പങ്ക് വഹിക്കാൻ സാധിക്കുമെന്നും ഇന്ത്യയുടെ പതാക ഗാസയിൽ കാണാൻ തങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. മേഖലയിലെ ഇന്ത്യയുടെ ഇടപെടലിനെ പലസ്തീൻ പ്രതിനിധി അഭിനന്ദിച്ചിട്ടുമുണ്ട്. ആവശ്യമുള്ളവർക്ക് നിർണായക സഹായം നൽകുന്നതിനുള്ള ഇന്ത്യൻ ശ്രമങ്ങളുടെ ഭാഗമായി ഗാസയിൽ ഇന്ത്യൻ പതാക കാണാൻ പലസ്തീനികൾ അതീവ താല്പര്യം കാണിക്കുന്നു എന്നും അദ്ദേഹം പ്രസ്താവിച്ചു. ഗാസയിലെ ജനങ്ങൾക്ക് മാനുഷിക സഹായം എത്തിക്കുന്നതിൽ ഇന്ത്യ ഒരു പ്രധാന പങ്ക് വഹിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഞങ്ങൾക്ക് താല്പര്യമുണ്ട്, ഞങ്ങൾക്ക് ആകാംക്ഷയുണ്ട്. ഗാസയിൽ ഇന്ത്യൻ പതാക കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ അങ്ങനെയാണ്. ഇന്ത്യയും പലസ്തീനും തമ്മിലുള്ള ദീർഘകാലവും ചരിത്രപരവുമായ ബന്ധത്തെയും അബു ജാസർ എടുത്തു കാണിച്ചു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു മുമ്പ് തന്നെ രണ്ട് രാജ്യങ്ങളും നല്ല ബന്ധം പങ്കിട്ടിട്ടുണ്ട് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. നമുക്കറിയാം, ഗാസയിൽ വീണ്ടും സമാധാനം പുലരണം എന്ന് ഏറെ ആഗ്രഹിച്ച് കാത്തിരുന്ന പ്രധാനപ്പെട്ട രാജ്യങ്ങളിൽ ഒന്ന് ഇന്ത്യയാകാം. ഒരു ഘട്ടത്തിൽ ഇന്ത്യ പ്രത്യേക താല്പര്യമെടുത്ത് നടപ്പാക്കാൻ ഉദ്ദേശിച്ചിരുന്ന ഒരു പദ്ധതിയാണോ ഇത്തരത്തിലൊരു സംഘർഷത്തിന് കാരണമായത് എന്നുവരെ സംശയം പല ഭാഗത്തു നിന്നും ഉയർന്നതാണ്. പദ്ധതിക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച US പ്രസിഡന്റ് ജോ ബൈഡൻ തന്നെ 2023 യുദ്ധം ആരംഭിച്ച ഏകദേശം 30 ദിവസത്തിനകം അതിനെക്കുറിച്ച് പറയുകയുണ്ടായി. 2023 സെപ്റ്റംബറിൽ ദില്ലിയിൽ നടന്ന G20 സമ്മേളനത്തോടനുബന്ധിച്ചായിരുന്നു ഇന്ത്യ, മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ് ഇടനാഴി സംബന്ധിച്ച വളരെ നിർണായകമായ പ്രഖ്യാപനം നടന്നത്. ഇന്ത്യയും പശ്ചിമേഷ്യൻ പ്രദേശങ്ങളും യൂറോപ്പുമായി റെയിൽ മാർഗവും റോഡ് മാർഗവും സമുദ്രമാർഗവുമായി ബന്ധപ്പെടുത്തുന്ന ഇടനാഴി സംബന്ധിച്ച പ്രഖ്യാപനം ചരിത്രപരമായ ഒന്നായാണ് അന്ന് വേദിയിൽ ജോ ബൈഡൻ വിശേഷിപ്പിച്ചത്. ഏതാനും ആഴ്ചകൾക്കകം യുദ്ധമുണ്ടായത് ആ പദ്ധതിക്ക് തുരങ്കം സൃഷ്ടിക്കാനാണ് എന്ന് ന്യായമായും സംശയിക്കാമെന്ന് ബൈഡൻ ഒരു പ്രസ്താവന നടത്തുകയും ചെയ്തു. എന്തായാലും സമാധാനം തിരിച്ചു വരുന്നതോടെ ഇടനാഴി പദ്ധതി മുന്നോട്ട് പോകുന്നു അല്ലെങ്കിൽ പോകും എന്നുള്ള ആ ഒരു പ്രതീക്ഷയും ഇന്ത്യക്ക് നേട്ടമാണ്. മധ്യപൗരസ്ത്യ ദേശത്തെ പരമ്പരാഗത ശത്രുക്കളാണ് പല രാജ്യങ്ങളും. അവരെല്ലാവരും ഒന്നിച്ചു വരുന്ന ഒരു പദ്ധതിയാണ് ഇടനാഴിയുടെ പദ്ധതി. അതുകൊണ്ട് തന്നെ ശക്തമായ എതിർപ്പും ഈ ഇടനാഴിയുടെ ഈ ഒരു പദ്ധതിക്ക് നേരെ ഉണ്ടാകുമെന്ന് കണക്കാക്കിയിരുന്നതാണ്. ഇസ്രയേലും അറബ് രാജ്യങ്ങളും തമ്മിൽ അടുത്ത സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ ആ വാണിജ്യ ഇടനാഴി ഒരു യാഥാർത്ഥ്യമാക്കാൻ സാധിക്കുകയുള്ളൂ. രണ്ടാം ലോക യുദ്ധത്തിന് മുൻപ് മധ്യേഷ്യയും യൂറോപ്പിനെയും തമ്മിൽ കണക്ട് ചെയ്തിരുന്ന റോഡ്, റെയിൽ, കപ്പൽ പാതകളുണ്ട്. ഈ പാതകളൊക്കെ പുതുക്കിയെടുക്കുന്നതിനോടൊപ്പം അറേബ്യൻ മരുഭൂമികളിലൂടെ പുതിയ പാതകൾ നിർമ്മിച്ച് ദക്ഷിണേഷ്യയും പശ്ചിമേഷ്യയും യൂറോപ്പും വടക്കൻ ആഫ്രിക്കയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന വാണിജ്യ വാർത്താവിനിമയ ഇടനാഴിയാണ് ഇന്ത്യ ലക്ഷ്യം വെച്ചത്. ചൈനയുടെ ബെൽറ്റ് റോഡ് പദ്ധതിക്ക് ബദലായിട്ടാണ് ഇത് എന്നൊക്കെ പലരും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. എന്തായാലും ഗാസ യുദ്ധത്തോടെ ഒരു കാര്യം ലോകത്തിന് വളരെ വ്യക്തമായിരിക്കുകയാണ്. പലസ്തീൻ പ്രശ്നം പശ്ചിമേഷ്യൻ രാജ്യങ്ങളുടെയൊക്കെ മുൻഗണനാ പട്ടികയിൽ പിന്നിലേക്ക് പോയിട്ടുണ്ടാവാം. എന്നാൽ അതിനെ പൂർണ്ണമായി മറന്നുകൊണ്ടോ മാറ്റി നിർത്തിക്കൊണ്ടോ ഒരു പദ്ധതിയും നടപ്പിലാക്കാനാവില്ല. പലസ്തീൻ പ്രശ്നത്തിൽ സുന്നി അറബ് രാജ്യങ്ങൾ താല്പര്യക്കുറവ് കാട്ടി തുടങ്ങിയപ്പോഴാണ് ഹമാസ് കടന്ന ആക്രമണത്തിന് മുതിർന്നത് എന്നതാണ് ശ്രദ്ധേയമായ മറ്റൊരു സംഗതി, പറഞ്ഞു കേൾക്കുന്ന ഒരു സംഗതി. അതേസമയം ഗാസയിൽ ഭരണ നിർവഹണം നടത്തിയിരുന്ന ഹമാസിനെ ഇറാൻ നേരിട്ട് സഹായിക്കാനെത്തി. ഇറാൻ പിന്തുണയുള്ള ഹിസ്ബുലയും യമനിലെ ഹൂതികളും പലസ്തീനെ സജീവമായി പിന്തുണയ്ക്കുകയും ചെയ്തു. ഇതോടെ പലസ്തീൻ വിഷയത്തിൽ ഷിയ സുന്നി വ്യത്യാസമില്ല എന്നത് വ്യക്തമാവുകയായിരുന്നു. ഹിസ്ബുല്ല ദുർബലമായി, സിറിയയിൽ അസദ് ഭരണകൂടം നിലംപൊത്തി. ഇതോടെ മധ്യപൂർവ്വ ദേശത്ത് ഇറാന് ആരും സഹായത്തിനില്ലാതെയായി. ഹമാസ് ഇസ്രയേൽ വെടിനിർത്തൽ സ്ഥിരം സമാധാന സംവിധാനത്തിലേക്ക് പോകുന്നില്ല എങ്കിൽ അറബ് രാജ്യങ്ങൾ മാത്രമോ ഇറാനോ മറ്റേതെങ്കിലും ശക്തിയോ പലസ്തീൻകാർക്ക് വേണ്ടി രംഗത്തിറങ്ങാം. മധ്യപൂർവ്വദേശത്തെ ഏതാണ്ട് എല്ലാ രാജ്യങ്ങളുമായി പൊതുവെ നല്ല ബന്ധം നിലനിർത്തുകയും US സഖ്യകക്ഷിയെങ്കിലും ആഗോള രാഷ്ട്രീയ ബലാബലങ്ങളിൽ നിഷ്പക്ഷത പാലിക്കുകയും ചെയ്യുന്ന രാജ്യമാണ് ഖത്തർ. എന്നാൽ ഖത്തറിനും പരമ്പരാഗതമായി ചേരിചേരായ്മ നിലനിർത്തിപ്പോരുന്ന ഇന്ത്യക്കും ഇതൊരു അവസരമാണ്. ഇസ്രയേലുമായി അടുത്ത സൈനിക ബന്ധങ്ങൾ വരെ സ്ഥാപിച്ചിട്ടും പലസ്തീനുമായി ഊഷ്മള ബന്ധം ഇപ്പോഴും നിലനിർത്തുകയാണ് ഇന്ത്യ. അതുപോലെ തന്നെ ഇസ്രയേൽ US ശത്രുപക്ഷമായ ഇറാനുമായും ഇന്ത്യക്ക് ബന്ധമുണ്ട്. എന്തായാലും ഈ ഒരു ഗാസ യുദ്ധം അവസാനിക്കുന്നതിലൂടെ ഇന്ത്യക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ഒരുപാട് അവസരങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ പലസ്തീൻ പ്രതിനിധിയുടെ ഈ ഒരു പ്രസ്താവന ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, ഏതൊരു പ്രശ്നങ്ങളിലും ഇന്ത്യ എടുക്കുന്ന നിലപാടുകളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രത്യേകതയുള്ള അല്ലെങ്കിൽ അഭിമാനം നൽകുന്ന
ഒരു പ്രസ്താവന തന്നെയാണ്. ഏത് സംഘർഷ ഭൂമിയിലും അവിടെ സമാധാനത്തിന്റെ ദൂതനായി ഇന്ത്യ ഉണ്ടായിരിക്കും, ഉണ്ടാകണം എന്ന ഒരു സന്ദേശം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.